കുർമയുടെ റെസിപ്പി കണ്ടാലോ? ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. നമ്മളിതിൽ തേങ്ങയും ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ യൂഷ്വലി കുർമ വെക്കുമ്പം തേങ്ങയൊക്കെ അരച്ച് ചേർക്കാറുണ്ട്. ഇതിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും നല്ല ടേസ്റ്റിയാണ്. നമുക്കിത് ചപ്പാത്തി, പൂരി, അപ്പം, ഇടിയപ്പത്തിൻ്റെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാം. റെസിപ്പി കണ്ടാലോ? അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കുർമ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ, ഇതൊരു 1/4 കപ്പ് കടല ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി ഈ കടലയ്ക്ക് പകരം നമ്മുടെ കയ്യിൽ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ ഗ്രീൻ പീസ് എടുത്താലും മതി. സെയിം അളവ് ഒരു 1/4 കപ്പ് എടുക്കുക. പിന്നെ വേണ്ടത് ഒരു 3 ചെറിയ ഉരുളക്കിഴങ്ങ്, ഒരു വലിയ ക്യാരറ്റ്, തക്കാളി. ഇതിപ്പോൾ ഒരു വലിയ തക്കാളിയാണ്, അതുകൊണ്ട് ഞാൻ പകുതിയേ എടുക്കുന്നുള്ളൂ കേട്ടോ. തക്കാളി ഒരുപാട് ആവശ്യമില്ല. ഒരു 2 മീഡിയം സൈസ് സവാള, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്. ആദ്യം നമുക്ക് ഈ ഉരുളക്കിഴങ്ങും കടലയും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിലിട്ട് വേവിക്കാം. നമ്മൾ ക്യാരറ്റ് ഇതിൻ്റെ കൂടെ ഇടുന്നില്ല. ഉരുളക്കിഴങ്ങ് നമുക്ക് നന്നായിട്ട് വെന്ത് ഉടയണം. ക്യാരറ്റ് നമുക്ക് ഒരുപാടങ്ങ് വെന്ത് പോകണ്ട. അതുകൊണ്ട് നമ്മൾ കടലയുടെ കൂടെ ഉരുളക്കിഴങ്ങ് മാത്രം ഇട്ട് കൊടുക്കുക. നല്ല വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തിടുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ സെയിം ഒരു ലെവലിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3-4 വിസിൽ വരുന്നിടം വരെ, കടല വേവുന്നിടം വരെ നമുക്കിത് കുക്ക് ചെയ്യാം. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കാം. പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് ഹോൾ സ്പൈസസ് ഇടാം. ഇതൊരു ചെറിയ കഷ്ണം പട്ട, ഒരു 2 ഏലക്കായും 2 ഗ്രാമ്പും. അത് മൂക്കുന്ന നല്ലൊരു മണം വരുമ്പം നമുക്കിതിലേക്ക് സവാള ആഡ് ചെയ്യാം. സവാള സ്ലൈസ് ചെയ്തതാണ്. കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് സവാളയൊന്ന് വഴറ്റി എടുക്കാം. കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുന്നിടം വരെ ഒന്ന് വഴറ്റി എടുക്കാം. സവാളയുടെ കൂടെ തന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കാം. ഈ ഒരു കറിക്ക് എരിവ് കൊടുക്കുന്നത് പച്ചമുളകാണ്. അപ്പം ആവശ്യത്തിനുള്ള പച്ചമുളക് ഇടുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. ഒന്ന് ഗോൾഡൻ കളറാകുന്നിടം വരെ കുക്ക് ചെയ്യുക. അത് വഴലട്ടെ. ആ സമയം കൊണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു 10-11 കാഷ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിടാം. പിന്നെ കുറച്ച് ഹോൾ സ്പൈസസ്, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരുപാട് കൂടി പോരുത് കേട്ടോ, ഒരു ഏലക്ക, ഒരു ഗ്രാമ്പു. ഇത്രയും കാര്യങ്ങളൂടെ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. അതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല സ്മൂത്തായിട്ട്, ഇതുപോലെ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ സവാള വഴണ്ടിട്ടുണ്ട്. നിറമൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങി. ഇത്രയായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഒരു 2 മിനിറ്റ് അതിൻ്റെ ആ ഒരു പച്ച മണം ഒന്ന് മാറണം, അതുവരെ ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തക്കാളി ആഡ് ചെയ്യാം. ഞാൻ ആ ഒരു വലിയ തക്കാളിയുടെ പകുതിയാണ് ചേർത്തത്. ചെറിയ തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരെണ്ണം ചേർക്കാം കേട്ടോ. ഈ ഒരു കറിക്ക് ഒരുപാട് തക്കാളിയുടെ ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ തന്നെ പൊടികളൂടെ നമുക്ക് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ചേർക്കുന്നത് ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ. 1/4 ടീസ്പൂൺ ഇപ്പോൾ ചേർത്തു. കുറച്ചുകൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മുളക് പൊടിയും ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. ഇനി ഇത് അടച്ച് ഒന്ന് വേവിക്കാം. നമ്മൾ വേവിക്കാൻ വെച്ച ഉരുളക്കിഴങ്ങും കടലയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഞാൻ ഇതിൽ നിന്ന് മാറ്റുകയാണ്. ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങെല്ലാം ഇട്ട് കൊടുക്കാം. ഇത് നമ്മളൊന്ന് മാഷ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് കുർമയാണല്ലോ, അതിന് അത്യാവശ്യം തിക്നെസ്സും വേണം. നമ്മൾ തേങ്ങയും ചേർക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കറിക്ക് തിക്നെസ് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ അതെല്ലാം ഞാൻ മാറ്റി നമ്മുടെ തവിയുടെ ബാക്ക് സൈഡ് യൂസ് ചെയ്ത് ഒന്ന് ഉടച്ച് എടുക്കാം. നല്ല സ്മൂത്തായിട്ട് അങ്ങ് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കഷ്ണങ്ങളായിട്ട് കുറച്ച് കിടക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തു. ഇനി ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ക്യാരറ്റ് ആഡ് ചെയ്യാം.
പിന്നെ നമുക്ക് ഈ ഒരു മസാലയും കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടങ്ങിയതിന് ശേഷം നമുക്ക് ഈ മസാലയും കൂടെ കുക്കറിലേക്ക് ചേർക്കാം. നമ്മൾ ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ആ ഒരു കാഷ്യൂ പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടെ ആഡ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറൂടെ ഒന്ന് കഴുകി അതും കൂടെ ഇതിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടെ, ഏകദേശം ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു സ്റ്റേജിൽ നോക്കുമ്പം കറി അത്യാവശ്യം ലൂസായിരിക്കണം, എന്നാലേ ഇത് വെന്ത് വരുമ്പം കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഉപ്പും എരിവും ഒക്കെ ചെക്ക് ചെയ്യുക. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കുക കേട്ടോ. ഇനി ഇത് അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നിടം വരെ കുക്ക് ചെയ്യും. ഒരു വിസിൽ വന്നപ്പം ഞാൻ ഓഫാക്കി കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി തന്നെത്താനെ പോകണം. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം. കുറച്ച് കാര്യങ്ങളൂടെ ചേർക്കാനുണ്ട്. കുറച്ച് മല്ലിയില, പിന്നെ നമ്മൾ ആദ്യം ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയെ ചേർത്തുള്ളൂ. ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയോടെ ഇട്ട് കൊടുക്കാം. വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണെങ്കിൽ ഏറ്റവും നല്ലത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡിയാണ്. ഇത് തണുക്കുമ്പം ഒന്ന് തിക്കാവും കേട്ടോ. ഒരുപാടങ്ങ് തിക്കായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് എടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ചപ്പാത്തി, പൂരി, ഇടിയപ്പം, അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കറിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.